നിങ്ങളുടെ കമ്പനിയുടെ കയ്യിൽ ഫോറിൻ കറൻസി റിസർവ് ഉണ്ടെന്ന് കരുതുക. അതായത് ഒരു ഫോറിൻ കറൻസി ഡൊമിനേറ്റഡ് അസറ്റോ ലയബിലിറ്റിയോ ഏണിങ്സോ. എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ഈ ഒരു അസറ്റിന്, അതായത് ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും ഏണിങ്സ് ആയാലും വട്ടെവർ ഇറ്റ് ഈസ്, അതിനെ എഫക്ട് ചെയ്യില്ലേ? അതിനെ എഫക്ട് ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽ ഗെയിനോ ലോസോ നിങ്ങൾക്ക് ഉണ്ടാവും. എസ്പെഷ്യലി വെൻ യു ആർ കൺവേർട്ടിംഗ് ഇൻ ടു റിപ്പോർട്ടിംഗ് കറൻസി. അതായത് നിങ്ങളൊരു കമ്പനി, നിങ്ങൾ ഇന്ത്യൻ കമ്പനിയാണ്, നിങ്ങൾക്ക് ഒരു സബ്സിഡിയറി ഉള്ളത് US-ലാണെന്ന് വിചാരിക്കൂ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് നിങ്ങൾ അവിടുത്തെ US കമ്പനിയുടെ റിസൾട്ടും ഇന്ത്യൻ കമ്പനിയുടെ റിസൾട്ടും ഒക്കെ കൺസോളിഡേറ്റ് ചെയ്യും ഇല്ലേ? ഇപ്പൊ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് അവിടുത്തെ ആ ഒരു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇതൊക്കെ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഏതാണോ കറൻസി ലോക്കൽ കറൻസി അവിടേക്ക് നിങ്ങൾ മാറ്റും, റിപ്പോർട്ടിംഗ് കറൻസിയിലേക്ക് മാറ്റും. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അവിടെ ഫ്ലക്ച്വേഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അസറ്റിന്റെ ലയബിലിറ്റി, റവന്യൂ, ഇതിന്റെയൊക്കെ വാല്യൂവിനെ എഫക്ട് ചെയ്യില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു റിസ്കിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ റിസ്ക് എന്ന് പറയാം.